ഹായ് ഗായ്സ്, വെറും 4 സ്റ്റെപ്പിൽ ഒരു അടിപൊളി കൂട്ടുകറി ഉണ്ടാക്കിയാലോ? എന്നാൽ പിന്നെ തുടങ്ങല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു കുക്കറിൽ 8 to 10 hours സോക്ക് ചെയ്ത കടല, ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ പച്ചക്കായും ചേനയും സ്ക്വയറാക്കി കട്ട് ചെയ്തിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക. ഇതിനകത്തോട്ട് നേരത്തെ സെയിം ഇൻഗ്രീഡിയൻസ് ആയ വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വേവിക്കാൻ വെക്കുക. ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ചിരകിയ തേങ്ങ അതിനകത്തേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റ് ചെയ്തെടുക്കുക. ഈ ടൈമിൽ നമ്മൾ പച്ചക്കായും ചേനയും വെന്തിക്കണമെന്ന് നോക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ ഈ അരപ്പ് അതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നന്നായി വേവിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ച കടല സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. സോ അതുകൂടെ ആഡ് ചെയ്ത് കുറച്ച് ശർക്കര പൊടിച്ചതുകൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി അടച്ച് വേവിക്കാൻ വെക്കുക. അയവ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ? ഇനിയാണ് നമ്മളെ ഫൈനൽ ഡെക്കറേഷൻ സ്റ്റേജ്. ഇതിനകത്തേക്ക് പച്ച വെളിച്ചെണ്ണയിൽ കടുകും ഉഴുന്നും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി സോട്ട് ചെയ്യുക. ഇതൊന്ന് ബ്രൗൺ ആയി വരുമ്പോഴത്തേനും ചിരകിയ തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങ ബ്രൗൺ ആവുമ്പം കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഈ മിക്സ്ചർ കൂട്ടുകറിയിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ കൂട്ടുകറി അടിപൊളി. അപ്പം ഇനി നോക്കി നിൽക്കാതെ വേം പോയി ഉണ്ടാക്ക്. എന്നാ പിന്നെ ഇറ്റ്സ് മീ യോ മഞ്ജു സൈനിങ് ഓഫ്. അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ.